വിനോദയാത്ര, സ്കൂളിലെ വാർഷികാഘോഷം എന്നുവേണ്ട എന്തിനും ഏതിനും ഒപ്പം നിന്ന സഹപ്രവർത്തകരുടെ വിയോഗം ഇപ്പോഴും ഇവർക്ക് വിശ്വസിക്കാനായിട്ടില്ല. ഞാനാണ് സുഖമില്ല, ഇന്നിപ്പോൾ ഡോക്ടറെ കാണാൻ പോകേണ്ട ദിവസമാണല്ലോ, അപ്പോൾ അവരൊക്കെ പറഞ്ഞെന്നാൽ ടീച്ചർ പോയിക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഞങ്ങളെല്ലാവരും പോയി വരി എന്നൊക്കെ പറഞ്ഞതാണ്. മിനിഞ്ഞാന്ന് ഒക്കെ പറഞ്ഞ് പോയതായിരുന്നു. എല്ലാവരും ഒരു കുടുംബം പോലെ കഴിയണവരാണ്. പക്ഷെ ഞാനും ഈ ടീച്ചറോട് പറഞ്ഞ് നമ്മൾക്ക് ഇനി അടുത്ത ടൂറിന് പോവാം. എന്നിട്ട് ഹസൻ ടീച്ചർ അജ്ജിന് പോവല്ലേ, അപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തേക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മൂന്നാൾ ഒരു വണ്ടിയിൽ പോയതാണ്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ മൂന്നാളൊപ്പം പോവാറുള്ളത്. അപ്പോൾ എന്നാൽ ഈ അടുത്ത ടൂറിന് നമുക്ക് പോവാമെന്ന് പറഞ്ഞ് നിർത്തിയതാണ്. അല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ടാവും ഞങ്ങൾ രണ്ടാളും. റസീന, യശോദ, ഹസ്നത്ത് എന്നീ 3 അധ്യാപകരാണിപ്പോൾ ഗവൺമെന്റ് LP സ്കൂളിൽ ശേഷിക്കുന്നത്. ഞാൻ എല്ലാ വർഷവും പോകുന്നത് തന്നെയാണ്. ഞങ്ങൾ ഹജ്ജിന് പോകാനുള്ള ഉദ്ദേശമുണ്ട്, അതുകൊണ്ടാണ് പോകാതിരുന്നത്. ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുന്ന ഒരു സ്കൂളാണ്. അതുകൊണ്ടാണ് ബസ് ഡ്രൈവർ വരെ അതിൽ പോയിക്കുന്നത്. ബസ് ഡ്രൈവർ ആണെങ്കിലും ഇനിയിപ്പം കുക്ക്, സാജി ഒക്കെ ടീച്ചർമാരെ പോലെ എല്ലാവരും ഒരേപോലെയാണ്. ഞാൻ പോകാൻ വിചാരിച്ചു തന്നെ ഇരുന്നു. പക്ഷേ ഈ ടീച്ചർ സുഖമില്ലാതായിട്ട് ഇല്ല. അപ്പം നമുക്ക് ഇനി അടുത്ത വർഷം പോവാം, ഈ വർഷം ഒന്നും പോകണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയൊരു മനംമാറ്റം വന്നു. പ്രധാന അധ്യാപിക അജിതയെ കൂടാതെ റംല, സുഹറ, മജീദ്, ആശ എന്നീ അധ്യാപകരും പാചകത്തൊഴിലാളി സാജിദയും അപകടത്തിൽപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും ഇവർ. കാഴ്ചാ പരിമിതിയുള്ള മജീദിന്റെ സഹായത്തിനായാണ് ഭാര്യ റുക്കിയ യാത്രയിലൊപ്പം ചേർന്നത്. സുഹറ ടീച്ചറുടെ മകൻ ഇഷാന്റെയും റുക്കിയുടെയും വേർപാട് താങ്ങാവുന്നതിനുമപ്പുറത്തെ നോവായി. റംല ടീച്ചറേയും പിന്നെ വേറെ സാജിദാറിൻ്റെ കുട്ടി ഞങ്ങൾ അയൽവാസിയാണ്. വെക്കേഷന് പൂട്ടുമ്പോൾ ഇതിൻ്റെ സ്കൂളിൻ്റെ വാർഷികം കഴിച്ചിട്ടാണ് എല്ലാവരും പിരിഞ്ഞു പോയത്. എന്നിട്ട് ഒരു ടൂർ ഇങ്ങനെ പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ നാട്ടിൽ അത് കാര്യമായിട്ട് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അച്ഛങ്ങനെ സംഭവം ഉണ്ട്. അതിലൂടെ ചെന്ന് നോക്കുമ്പോൾ ഞങ്ങൾ സ്കൂളിൽ അധ്യാപകരാണ്. അങ്ങനെ ഞാൻ ഫോണിലെടുത്ത് വിളിച്ചൊക്കെ എല്ലാം നോക്കി, ആരും കിട്ടത്തില്ല. അവസാനം ഞാൻ സ്കൂളിൽ എല്ലാവരും നാട്ടുകാരെല്ലാവരും വന്നിട്ട് പോലീസുകാരൊക്കെ വന്നിട്ട് പറഞ്ഞ ചാനലുകാരെല്ലാം വന്നിട്ടുണ്ടായി. അവിടെ ഞാൻ വീട്ടിൽ നിന്ന് ഓടി ഇവിടെ വന്നു. അവിടെ വന്ന് നോക്കിയപ്പോൾ എല്ലാം വിശദമായ വിവരങ്ങൾ അറിഞ്ഞു. സ്കൂളിലെ അധ്യാപകരുടെ ഒന്നിച്ചുള്ള വിടവാങ്ങൽ കുട്ടികളിൽ വലിയ മാനസികാഘാതമുണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞ് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. സാജിദയുടെ 11 വയസ്സുള്ള മകൻ ഷഹദീൻ, യാത്രയിലൊപ്പമുണ്ടായിരുന്ന മരണപ്പെട്ട തൊട്ടടുത്ത UP സ്കൂളിലെ അധ്യാപിക ഷക്കീലയുടെ 10 വയസ്സുള്ള മകൾ മസിൻ, സ്കൂൾ ഡ്രൈവർ നൌഷാദ്, ട്രാവലറിന്റെ ഡ്രൈവർ മുഹമ്മദ് ഹഫീസ് എന്നിവർ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. 160ഓളം വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഈ സ്കൂളിൽ ഇനി ശേഷിക്കുന്നത് 3 അധ്യാപികമാർ മാത്രമാണ്. ഈ മാനസികാഘാതത്തിൽ നിന്നും വിദ്യാർത്ഥികളും അധ്യാപികമാരും മോചിതരാവാൻ സമയമെടുക്കും. MM രാഗേഷ്, അമൃത ന്യൂസ്, മലപ്പുറം.